ചങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒരു ചന്തയായ വാണിയംകുളം ചന്തയിലേക്കാണ്. വാണിയംകുളം ചന്ത കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഷൊർണൂർ ഹൈവേയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ കന്നുകാലികളൊക്കെ വന്നു തുടങ്ങും. വ്യാഴാഴ്ച പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30-3 മണി വരെയൊക്കെ കന്നുകാലി കച്ചവടം തകൃതിയായിട്ട് നടക്കുന്ന ഒരു വലിയൊരു ചന്തയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികളും ഇവിടെ കച്ചവടത്തിനായിട്ട് കൊണ്ടുവരാറുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും മറ്റ് ചന്തകളിലേക്കൊക്കെ കന്നുകാലികൾ കയറ്റി കൊണ്ടുപോകുന്ന ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത. ഈ ആഴ്ചയിൽ ധാരാളം കന്നുകാലികൾ വന്നിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചന്തയാണ്. ഒരുപാട് വളർത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. പോത്തിൻകുട്ടികളും വലിയ കാളകളും വളർത്ത് കാളക്കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് വളർത്തുകുട്ടികളും ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കന്നുകാലികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ കന്നുകാലികളെയും അതിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഈ ഭാഗത്തൊക്കെ കന്നുകാലികളെയൊക്കെ ലോറികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ചന്തയുടെ ഈ സൈഡിൽ പോത്തുകളെയൊക്കെ വലിയ പോത്തുകളെയൊക്കെ വിൽക്കുന്ന അന്യസംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള വലിയ പോത്തുകളെയും ഇറച്ചി ആവശ്യത്തിന് കൊണ്ടുവരുന്ന കാളകളെയും പശുക്കളെയൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. വളർത്ത് കാളക്കുട്ടികളെയും പോത്തിൻകുട്ടികളെയൊക്കെ ചന്തയുടെ വേറൊരു സൈഡിലാണ് കെട്ടിയിട്ടുള്ളത്. എല്ലാ ഭാഗത്തേക്കും നമ്മൾ പോകുന്നുണ്ട്. ഓരോന്നിൻ്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഈ ഭാഗത്ത് ആന്ധ്ര കാളകൾ അല്ലെങ്കിൽ ഓങ്കോൾ ബ്രീഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് വലിയ കാളകളെയാണ് കെട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള കാളകളാണ്. ഏകദേശം ഒരു 150-200 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ കാളകളെ ഇവിടെ ഒരു 5-6 ഇറക്കി കെട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിനുള്ള കാളകൾക്കൊക്കെ ഏകദേശം 90,000 രൂപ മുതൽ 1,20,000 രൂപ വരെയൊക്കെയാണ് ഇവിടെ ചന്തയിൽ വില ചോദിക്കുന്നത്. കച്ചവടക്കാർ കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ വില ചോദിക്കുകയാണ്. അവർ പറയുന്ന വിലകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആ വിലകൾ എന്തായാലും കൊടുക്കേണ്ടി വരില്ല. നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പ് വില വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗൈൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഭാഗത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് വളർത്ത് കാളക്കുട്ടികളും പശുക്കളും ഒക്കെയാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത്. ഇതിൽ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പശുക്കളാണ് കൂടുതലായിട്ട് ഇവിടെ ഈ ഭാഗത്തുള്ളത്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പാലുള്ള പശുക്കളെയൊക്കെ ചന്തയുടെ മറ്റൊരു സൈഡിലേക്കാണ് മാറ്റി കെട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളകളെ കെട്ടിയിട്ടുണ്ട്. കാങ്കയം ബ്രീഡിൽപ്പെട്ടത് അല്ലെങ്കിൽ ജല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രീഡിൽപ്പെട്ടിട്ടുള്ള കാളകളൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത്. ഇതൊക്കെ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാളകളാണ്. ഈ കാണുന്ന കാളകൾക്കൊക്കെ ഏകദേശം 55,000-60,000 രൂപ മുതൽ 80 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കാളകൾ ആ ഭാഗത്തുണ്ട്. ഓരോന്നിൻ്റെ വലുപ്പത്തിനും ഓരോന്നിൻ്റെ ക്വാളിറ്റിക്കും ഓരോന്നിന് കിട്ടുന്ന മീറ്റിൻ്റെ അളവിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികൾക്കൊക്കെ അവർ വില ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പശുക്കളെയാണ് ഇറക്കി കെട്ടിയിട്ടുള്ളത്. ഇതെല്ലാം ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കറവ പറ്റിയ പശുക്കളാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ളത്. കൂട്ടത്തിൽ 1-2 തിരഞ്ഞാൽ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കറവയുള്ള പശുക്കൾ ഉണ്ടാവും. 1-2 ലിറ്റർ പാല് കിട്ടുന്ന കറവയുള്ള പശുക്കളൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഈ കൂട്ടത്തിൽ കാണുന്ന പശുക്കൾക്കൊക്കെ ഏകദേശം 30,000 രൂപ മുതൽ 45,000-50,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ്. തടിപ്പശുക്കളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കിട്ടുന്ന വലിയ പശുക്കളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. വലിയ പശുക്കൾക്കൊക്കെ ഏകദേശം 45-50 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ ഭാഗത്തൊക്കെ പശുക്കൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പശുക്കളാണ്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആളുകൾ ഈ ഭാഗത്തൊക്കെ തിങ്ങി നിൽക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കുറച്ച് വളർത്തുകുട്ടികളെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമ്മളതിൽ ആ കൂട്ടത്തിൽ ഒരെണ്ണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളതിനെ അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോകേണ്ടത്. ഈ കൂട്ടത്തിൽ കാണുന്ന ആ ചുവന്ന കുട്ടി സഹിവാളിൻ്റെ ബ്രീഡാണെന്ന് തോന്നുന്നുണ്ട്. അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരെത്രയാണ് വില ചോദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വിലപ്പാകത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ച് നിർത്താം. ഒരുപാട് ആളുകൾ വളർത്തുകുട്ടികളെയൊക്കെ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ വിലപ്പാകത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആ ചുവന്ന കുട്ടി സഹിവാളിൻ്റെ ബ്രീഡാണ്. ഏകദേശം ഒരു 5 മാസം 6 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ അവർ ചന്തയിൽ 24,000 രൂപയാണ് ഇപ്പോൾ ചോദിച്ച വില. നമ്മൾ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിലക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് നിർത്താന്നുള്ള ലെവലിൽ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 രൂപയാണ് ഈ കാണുന്ന സഹിവാളിൻ്റെ ബ്രീഡപ്പെട്ടിട്ടുള്ള കുട്ടിക്ക് ചോദിച്ച വില. ആ അറ്റത്ത് നിൽക്കുന്ന കുട്ടിയും കുഴപ്പമില്ല,
കൂട്ടത്തിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ആ സഹിവാളിന്റെ ബ്രീഡ് തന്നെയാണ്. അറ്റത്ത് നിൽക്കുന്ന കുട്ടിയും ഒരു ആവറേജ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. വളരുന്ന കുട്ടികൾ തന്നെയാണ് എല്ലാം, എങ്കിലും കൂട്ടത്തിൽ 2 എണ്ണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം 20,000 രൂപ മുതൽ 25,000 രൂപ വരെയൊക്കെയാണ് അവർ ചോദിക്കുന്ന വില. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗൈൻ ചെയ്തെടുക്കാം. നമ്മൾ ചോദിച്ച വിലക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നു. ആ കച്ചവടം നടന്നിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തിൻകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോത്തിൻകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പോത്തിൻകുട്ടികളെ നിരത്തി കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 10 മാസം മുതൽ 1 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കൊക്കെ 28,000 രൂപ മുതൽ 38,000 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ചന്തയിൽ വളർത്തുകുട്ടികൾക്ക് നല്ല രീതിയിൽ വില ചോദിക്കുന്നുണ്ട്. ഇനി 2-3 മാസമൊക്കെ കഴിഞ്ഞാലാണ് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുള്ളൂ. ഇപ്പം നല്ല രീതിയിൽ വളർത്തുകുട്ടികൾ ചന്തയിലേക്ക് വരുന്നുണ്ട്. ഉള്ള കുട്ടികൾക്ക് നല്ല വില ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഓങ്കോളിന്റെ ബ്രീഡ് പെട്ടിട്ടുള്ള ഒരു അടിപൊളി വളർത്തുകുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വലിയൊരു കുട്ടിയാണ്. ഈ കാണുന്ന വളർത്തുകുട്ടിക്കൊക്കെ ചന്തയിൽ 50,000 രൂപയാണ് ചോദിക്കുന്ന വില. ബാർഗൈൻ ചെയ്ത വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും, എങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എങ്കിലും 50 രൂപയൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഒരു 40 രൂപ 45 രൂപ ഒക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കായിരിക്കും. ബാർഗൈൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. 38-40 ആ റേഞ്ചിലൊക്കെ ചിലപ്പോൾ ബാർഗൈൻ ചെയ്താൽ കിട്ടും. പക്ഷെ എങ്കിലും ഈ വിലക്കൊക്കെ എടുത്താൽ നമ്മൾ കൊടുക്കുന്ന വിലയിലേക്ക് കന്ന് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 6 മാസമെങ്കിലും നമ്മൾ നോക്കേണ്ടി വരും. എങ്കിലാണ് അത് 38-40 എത്തുള്ളൂ. ഇപ്പോൾ വളർത്തുകുട്ടികൾക്ക് നല്ല രീതിയിൽ വിലയുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ ചന്തയിൽ. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചന്ത ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളർത്തുകുട്ടികളെയൊക്കെ തിരഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഈ പോത്തിൻകുട്ടികളെയൊക്കെ വിൽക്കുന്ന ഭാഗത്ത് നല്ല തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ കന്നുകാലികളെയൊക്കെ തിരഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കർഷകർ പോത്തിനെയൊക്കെ വിറ്റ പൈസ കയ്യിലുണ്ടാകുമെന്ന് കച്ചവടക്കാർക്ക് അറിയാം. അപ്പോൾ ആ അവസരം അവർ മുതലാക്കാൻ വേണ്ടിയിട്ട് വളർത്തുകുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ വില ചോദിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള വളർത്തുകുട്ടികളുടെ വരവ് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നല്ല കുറഞ്ഞിരിക്കുകയാണ്. വഴികളിലെ പ്രശ്നവും അവരുടെ വണ്ടികളൊക്കെ തടുത്തു നിർത്തുന്ന ഗോശാലകളിലെ പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പിരിവ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല. കന്നുകാലികൾ എന്തായാലും ചന്തയിലേക്ക് വരുന്നതിൻ്റെ വരവ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളർത്തുകുട്ടികൾക്ക് നല്ല വില ചോദിക്കുന്നുണ്ട്. ചന്തയിൽ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മേടിക്കാതിരിക്കുന്നില്ല. ആളുകൾ മേടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള പോത്തിൻകുട്ടികൾക്കൊക്കെ ചോദിക്കുന്ന വില ഏകദേശം 26,000 രൂപ മുതൽ 35,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട്. ചെറുതും വലുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കുറച്ച് ചെറിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 7 മാസം 6 മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ള ചെറിയ കുട്ടികളൊക്കെ. ആ കാണുന്ന കുട്ടികൾക്കൊക്കെ അവർ ചന്തയിൽ ചോദിച്ച വില 18,000 രൂപ മുതൽ 26,000 രൂപ വരെയൊക്കെയാണ്. ഇവിടെ ഈ ഭാഗത്ത് 2 വലിയ പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിനുള്ള ക്വാളിറ്റിയുള്ള 2 കുട്ടികളാണ്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ 35-40 ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അത്യാവശ്യം വലിപ്പത്തിനുണ്ട്. 35-40 ആ റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത്. അതേപോലെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ വില കുറച്ച് പറയാനും, ചിലപ്പോൾ കർഷകർ വരുമ്പോൾ വില കൂട്ടി പറയാനും, അതേപോലെ കച്ചവടക്കാരോട് വില കുറച്ച് പറയാനൊക്കെ ചാൻസ് ഉണ്ട്. ചന്തയിൽ ആളും തരം നോക്കിയിട്ടൊക്കെയാണ് കന്നുകാലി കച്ചവടം നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പോത്തിൻകുട്ടികളൊക്കെ ഏകദേശം 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ, 1 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. അടുത്ത പെരുന്നാളിന് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി കുട്ടികളാണ്. ഈ കൂട്ടത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ചെറിയ ചുരുണ്ട കൊമ്പുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാം വളരുന്ന കുട്ടികൾ തന്നെയാണ്. എങ്കിലും കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഈ കാണുന്ന വളർത്തു കുട്ടികൾക്കൊക്കെ ഏകദേശം 55,000 രൂപ 60,000 രൂപയൊക്കെയാണ് ഓരോരോ പോത്തിൻകുട്ടികൾക്ക് അവർ ചോദിക്കുന്ന വില. അത്യാവശ്യം വലുപ്പത്തിനുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 55-60ഒക്കെയാണ് ചന്തയിൽ ഓരോരോ കന്നുകാലികൾക്ക് വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത ഒരുപാട് കാളക്കുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കുട്ടിനെ അവിടെ കൂട്ടത്തിൽ നിന്ന് അഴിച്ചു പിടിച്ചിട്ട് ഓരോരുത്തർ വരുമ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം വലുപ്പത്തിനുള്ളൊരു കുട്ടിയാണ്. ഏകദേശം ഒരു 10 മാസം അല്ലെങ്കിൽ 1 വയസ്സിനോടൊക്കെ അടുപ്പിച്ചൊരു പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ് ഇതായി കാണുന്നത്. കാങ്കയം ബ്രീഡാണെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചെറിയ കുട്ടികൾ ഇവിടെ ഈ ഭാഗത്തും കെട്ടിയിട്ടുണ്ട്. ഇതിലും കാങ്കയം ബ്രീഡ് പെട്ടതും ഓങ്കോൾ ബ്രീഡ് പെട്ടതൊക്കെ ആയിട്ടുള്ള വളർത്തുകുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്.
ഈ കാണുന്ന വളർത്തുകുട്ടികളൊക്കെ ഏകദേശം 20,000 രൂപ മുതൽ 30,000 32,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്നതാണ്. ഇതൊക്കെ ചെറിയ കുട്ടികളാണ്. നേരത്തെ കണ്ട വലിയ കുട്ടിയും ഈ കൂട്ടത്തിലുള്ളതാണ്. ഈ കൂട്ടത്തിൽ കണ്ട അവർ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള വളർത്തുകുട്ടികൾക്കൊക്കെ ഏകദേശം 20 രൂപ മുതൽ 30-32 രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരാൾ കൊണ്ടുവന്നിട്ടുള്ള വളർത്തുകുട്ടികളാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത്. ഈ കാണുന്ന കൂട്ടത്തിലും ഇതിൽ കാങ്കയം ബ്രീഡ് ഉണ്ട്, കാങ്കറേജ് ഉണ്ട്, ഓങ്കോൾ ഉണ്ട്, താർ പാർക്കർ ഉണ്ട്. അങ്ങനെ നാടൻ ബ്രീഡപ്പെട്ടുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഗിയറിന്റെ ഒരു ക്രോസ് ബ്രീഡ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിലുള്ള കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട്. ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ ഭംഗിക്കും അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കും ഏകദേശം 18 രൂപ മുതൽ 30 രൂപ 32 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. പണ്ട് അല്ലെങ്കിൽ ഒരു 6 മാസം മുന്നേയൊക്കെ 10 രൂപക്ക് താഴെ അല്ലെങ്കിൽ 10-12 രൂപ വരെയൊക്കെ ചോദിച്ചിരുന്ന വളർത്തുകുട്ടികളൊക്കെ ഇപ്പോൾ 18 രൂപ 20 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ബാർഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 15-16 ആ റേഞ്ചിലേക്കൊക്കെ എത്തുമെങ്കിലും പണ്ടത്തെ ലെവലിൽ 10-നും 12-നൊന്നും ഇപ്പോൾ ചെറിയ കുട്ടികളൊന്നും കിട്ടില്ല. ആ പരുവത്തിനുള്ള കുട്ടികളൊന്നും ഇപ്പോൾ ചന്തയിൽ വരുന്നുമില്ല. അവർക്ക് ആ റേറ്റൊന്നും കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഈ ഭാഗത്ത് 2 വലിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള 2 കുട്ടികളാണ്. കാങ്കേയത്തിന്റെ ക്രോസ് ബ്രീഡ് അല്ലെങ്കിൽ ലോങ്കോളിന്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് പെട്ടുള്ള 2 കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ ഒരു 32-35 ആ റേഞ്ചൊക്കെ ചന്തയിൽ ചോദിക്കുന്ന രീതിയിലുള്ള 2 കുട്ടികളാണ്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ബാർഗെയിൻ ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പറയുന്ന വില കേട്ടിട്ട് ചന്തകളിൽ വില കൂടുതലാണ് എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന വിലയൊന്നും ചന്തയിൽ കൊടുക്കേണ്ടി വരില്ല. നമുക്ക് എത്രയാണോ മതിപ്പ് തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കുക. ചന്തയിൽ കച്ചവടക്കാർ അവരുടെ വില പറയും, നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്ത് ചോദിക്കുക. അതാണ് ചന്തയിലെ രീതി. അതുപോലെ ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് വളർത്തുകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കാളക്കുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. കാളക്കുട്ടികളും പോത്തിൻകുട്ടികളും വളർത്താൻ പറ്റിയ കുട്ടികൾ ഈ ആഴ്ച ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വളർത്തുകുട്ടികൾ ധാരാളമായിട്ട് ചന്തയിൽ വരും ചെയ്യും. കന്നുകാലികളെയൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ സീസണിനനുസരിച്ചിട്ടാണ് കന്നുകാലികളെ കൊണ്ടുവരുന്നത്. വളർത്തുകുട്ടികൾ ആളുകൾ മേടിക്കുന്ന സമയത്ത് വളർത്തുകുട്ടികളും, അതുപോലെ പെരുന്നാള്, ക്രിസ്മസ് അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇറച്ചി ആവശ്യങ്ങൾക്ക് പോകുന്ന കന്നുകാലികളെയൊക്കെയാണ് കൂടുതലായിട്ട് കച്ചവടക്കാർ ചന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ആഴ്ചത്തെ വാണിയംകുളം ചന്തയുടെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.